ബ്രേക്ക്ഫാസ്റ്റ് ബാങ്കോക്കിൽ, കോഫി കൊളംബിയയിൽ, ലഞ്ച് ലോസ് ഏഞ്ചൽസിൽ, സ്നാക്സ് സിംഗപ്പൂരിൽ, ഡിന്നർ ദുബായിൽ. This is Queen Avantika's order. എന്തിനാണ് ചിരിക്കുന്ന? ചിരിക്കാതെ പിന്നെ എന്തിനാണ് നിനക്ക് ഈ മഹാറാണി ആഗ്രഹം? നിന്റെ അച്ഛനും അമ്മയും നിനക്ക് അവന്തിക എന്ന് പേര് വെച്ചതുകൊണ്ട് സത്യത്തിൽ നിന്റെ ഭാവം കണ്ടാൽ യുധിയാനി രാജ്യത്തിലെ രാജകുമാരിയാണെന്ന് തോന്നും. നിനക്ക് എന്തിനാണ് ഈ പകൽ സ്വപ്നമൊക്കെ? നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ സഫലമാകും. ഞാൻ പറയുന്നത് മാത്രം ചെയ്താൽ മതി. നിന്റെ കല്യാണം നടത്താനാ നിന്റെ ചേച്ചിയും ചേട്ടത്തിയും ആഗ്രഹിക്കുന്നത്. പക്ഷെ നിന്റെ ആഗ്രഹങ്ങൾ വളരെ വലുതാണല്ലോ. നല്ല ഭംഗിയുള്ള ഭർത്താവ്, കൊട്ടാരം പോലെയുള്ള ഒരു വീട്, ആഗ്രഹങ്ങളൊക്കെ നടത്തി തരാൻ പണം. ഇതൊക്കെ ഒരു ഫാമിലി പാക്കേജ് കിട്ടിയെങ്കിൽ എത്ര നന്നായിരിക്കും. ഈ ആഗ്രഹങ്ങളൊക്കെ നടക്കണമെങ്കിലേ സാധാരണ ജാതകം പോരാ, നല്ല രാജയോഗമുള്ള ജാതകം വേണം. നിങ്ങളുടെ അനിയത്തിയുടെ ജാതകവും നക്ഷത്രവും രാശിയും ഒക്കെ ഉത്തമമാണ്. ഒരു പ്രാവശ്യം കൊണ്ടുപോയി ബാബയുടെ മുന്നിൽ നിർത്തിയാൽ മതി. നിങ്ങൾക്ക് മഹായോഗമുണ്ടാകുന്നതാണ്. പണം, ബംഗ്ലാവ്, കാറുകൾ എല്ലാം നിങ്ങളുടേതായി മാറും. നിങ്ങൾ പറയുന്നതൊക്കെ സത്യമാണോ സാറേ? എന്നെ വിശ്വസിക്കൂ. ഈ കൊച്ചു വീട്ടിൽ ജീവിക്കാൻ കഴിയാതെ, മുന്നേറ്റത്തിനായി മുമ്പിൽ ഒരു വഴിയുമില്ലാതെ, പരഗതിയില്ലാതെ ഞങ്ങളെല്ലാവരും ഇവിടെ കിടക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് നിങ്ങളുടെ ദയവ് കൊണ്ട് സത്യത്തിൽ രാജയോഗം കിട്ടുകയാണെങ്കിൽ അതിനു വേണ്ടി എന്റെ അനിയത്തി ബലി കൊടുക്കാനും ഞാൻ തയ്യാറാണ്. ഈശ്വരാ, എന്നെ കാറിലും ഫ്ലൈറ്റിലും കൊണ്ടു നടക്കുന്ന ഒരു ഭർത്താവിനെ തരണേ പ്ലീസ്. ഇത്രയും വലിയ ആഗ്രഹങ്ങൾ ശരിയാവില്ല. അത്രയ്ക്ക് ഞാൻ എന്താ ആഗ്രഹിച്ച? ഒരു നല്ല ജീവിതമല്ലേ ആഗ്രഹിക്കുന്നത്, അങ്ങനെയല്ലേ? നിങ്ങളുടെ അനിയത്തി എവിടെ? ഇപ്പൊ തന്നെ വിളിക്കാം. നീ ആഗ്രഹിച്ചതുപോലുള്ള ഒരു ജീവിതം നിനക്ക് കിട്ടണമെങ്കിൽ ലക്ഷ്മി ദേവിക്ക് വേണ്ടി ഒരു പൂജ ചെയ്യണം പോലും. അങ്ങനെ ചെയ്താൽ നിനക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടും. എന്റെ ഈ അവസ്ഥയൊന്നും നിനക്കുണ്ടാവരുത് മോളെ. നീ സന്തോഷത്തോടു കൂടി ജീവിക്കണം. നീ സപ്രപഞ്ചത്തിൽ വേണം കിടന്നുറങ്ങാൻ. നീ വില കൂടി കാറിൽ വേണം സഞ്ചരിക്കാൻ. അതെന്ത് പൂജയാ ചേച്ചി? ആ പൂജയുടെ പേരാണ് മാർത്തശ പൂജ. ആ പൂജ ഒരു രാഷ്ട്രീയക്കാരന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അതിന്റെ നന്മ അദ്ദേഹത്തിന് മാത്രമല്ല, ആ പൂജയിൽ പങ്കെടുക്കുന്ന നിനക്കും ലഭിക്കുന്നതാണ്. കല്യാണം കഴിയാത്തൊരു പെൺകുട്ടി ഈ പൂജയിൽ പങ്കെടുക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുന്നതാണ്. നീ കൊതിക്കുന്ന ജീവിതം തന്നെ നിനക്ക് കിട്ടും. നിന്റെ ശരീരം മുഴുവൻ ആഭരണങ്ങളെ കൊണ്ട് പൊതിയും. പൂജ നടക്കുന്ന ആ വീട് പോലും നിന്റെ പേരിൽ അവരെഴുതിത്തരും. സത്യമാണോ? എന്നെ വിശ്വസിക്കേ. അങ്ങനെയാണെങ്കിൽ ആ പൂജയ്ക്ക് ഞാൻ തയ്യാറാണ്. എന്റെ അനിയത്തി ഒത്തിരി ഭാഗ്യവതിയാണ്. ഒരു പെൺകുട്ടി നല്ല ജീവിതം വേണമെന്ന് സ്വപ്നം കാണുന്നത് സ്വാർത്ഥതയല്ല, ആഗ്രഹമാണ്. അന്ന് എന്റെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും എന്റെ മനസ്സിൽ എന്തൊക്കെയോ ഒക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് മോഹിപ്പിച്ച് ഈ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവന്നു. അവരെ വിശ്വസിച്ച് ഞാനും വന്നു. അവരെന്നെ ഭംഗിയായി അലങ്കരിച്ചു. എന്നിട്ട് അവരെന്നെ കൊന്നു. എന്ത് ഭംഗിയുള്ള സ്വർണ്ണങ്ങളാ, എന്ത് നല്ല സാരി. അയ്യോ, എന്ത് ഭംഗിയല്ലേ ചേച്ചി. ഇതൊക്കെ എനിക്കാണോ? നീ മഹാലക്ഷ്മിയുടെ ജാതകത്തിൽ ജനിച്ചതല്ലേ? ഈ ആഭരണം മാത്രല്ല, ഈ വീട് നിനക്ക് സ്വന്തമാണ്. സത്യമായിട്ടും ഈ വീടും എനിക്കാണോ? നിനക്ക് തന്നെയാണ്. അയ്യോ, കൊള്ളാല്ലേ ചേച്ചി. അവന്തിക ഇപ്പോൾ ഒരു ദേവതയായി മാറാൻ പോവുകയാണ്. നിങ്ങളുടെ സ്വപ്നം പൂർത്തീകരിക്കും. ചിലരുടെ ജാതകം
അവരെ ഉന്നതികളിലെത്തിക്കും. മറ്റു ചിലരുടെ ജാതകം കൂടെ നിൽക്കുന്നവരെ ഉന്നതിയിലെത്തിക്കും. അവന്തികയെ പോലെ. സത്യമല്ലേ പറയണ ബാബ? അവന്തിക്കാന്ന് പേരുള്ളത് കൊണ്ട് നീ ഒന്നും മഹാറാണി അല്ലാന്ന് എന്റെ ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കും. അത് കേട്ടപ്പോ ഞാൻ എന്ത് വിഷമിച്ചെന്നറിയോ? എന്നാൽ ഇപ്പൊ എന്നെ കാണാൻ മഹാറാണിയെ പോലെ ഇല്ലേ? അതെ മോളെ, സാക്ഷാൽ മഹാലക്ഷ്മി പ്രത്യക്ഷപ്പെട്ടതുപോലെ ഉണ്ട്. എന്റെ പൊന്നുമോൾക്ക് കണ്ണീര് കിട്ടാൻ നിക്കണ്ട. വാ മോളെ, നമുക്ക് പൂജയ്ക്ക് സമയമായി. ശരി. ബാബാ, മോളെ പോവാ നമുക്ക്. വരൂ അവന്തികെ, ബ്രഹ്മന്റെ ഒരു അത്ഭുത സൃഷ്ടിയാണ് നീ. വരൂ. നിന്നെ പോലൊരു സൗന്ദര്യ ദേവത ഈ ഭൂമിയിൽ ജനിച്ചത് ഭാഗ്യമായേ ഞാൻ കരുതൂ. എനിക്കൊരു നല്ല ഭർത്താവ് കിട്ടുമല്ലോ ബാബാ. നിന്നെ ആനപ്പുറത്ത് ആഘോഷത്തോടെ കൊണ്ടുപോകാൻ ചിറകുള്ള കുതിരപ്പുറത്തൊരു യുവരാജാവ് വരും. എന്നാൽ പിന്നെ വേഗം പൂജ തുടങ്ങൂ ബാബാ. എങ്കിൽ വന്നിരിക്കൂ. വരൂ. കുങ്കുമം സമർപ്പണം ചെയ്യൂ. ഭഗവതിക്ക് രക്താഭിഷേകം ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. മുട്ടുകാലിൽ നിന്നുകൊണ്ട് ഭഗവതിയുടെ അനുഗ്രഹം വാങ്ങിച്ചോളൂ. അനങ്ങാതെ അങ്ങനെ തന്നെ നിൽക്കണം. കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്ക്. ഒരു വെട്ടില് തല തുണ്ടാകണം. ഒറ്റ വെട്ടിൽ. ഓം ക്രീം സ്വാഹ. അങ്ങനെ തന്നെ നിൽക്ക്. നീ ചെല്ല്. ഓം നരബലി സ്വാഹ. ഓം ക്രീം സ്വാഹ. ഓം ക്രീം സ്വാഹ. ഓം ക്രീം സ്വാഹ. ഓം ക്രീം സ്വാഹ. ക്രീം സ്വാഹ. എന്റെ ചേച്ചിയും ചേട്ടനെയും എന്റെ അച്ഛനും അമ്മയും എന്നാ ഞാൻ കരുതിയത്. എന്നാൽ പണത്തിന് വേണ്ടി മകളെ പോലെ വളർത്തി എന്നെ കൊല്ലുമെന്ന് വിചാരിച്ചില്ല. അതിനവരനുഭവിച്ചു. ആ നിമിഷം മുതൽ ആ ബാബയെ, ആ നീലകണ്ഠനെ, അവന്റെ മകനെ
കൊന്നു കളയണമെന്ന് ദേഷ്യത്തോടെ കാത്തിരിക്കുകയാണ് ഞാൻ. നിനക്ക് ഈ വീട് വേണം, എനിക്ക് അവന്മാരുടെ ജീവൻ വേണം. പോ, അവന്മാരെ കൊണ്ടുവാ. പോ, അമ്മേ